നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് 6 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കേരളം കാത്തിരുന്ന പെരിയയിലെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ വിധി കോടതി വിധിച്ചത്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് അതിക്രൂരമായ കൊലപാതകമായിരുന്നു പെരിയയിലെ ഇരട്ട കൊലപാതകം. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് CBI കോടതി ശിക്ഷ വിധിക്കുമ്പോൾ ഇവിടെ മരണവെപ്രാളം സർക്കാരിനും CPM-നുമാണ്. പെരിയയിലെ 2 യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ ആ കൊലയാളികൾക്ക് വേണ്ടി സർക്കാർ പൊടിച്ചത് 1-2 ലക്ഷമല്ല, കോടികളായിരുന്നു. ഇവിടെ ഇപ്പോൾ പാർട്ടിക്ക് പേടി ഇനി വരാൻ പോകുന്ന ഒരു കേസിലാണ്, നവീൻ ബാബുവിന്റെ മരണക്കേസ്. ഈ ഒരു സാഹചര്യത്തിൽ ADM-ന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം അതിനിർണായകമാണ്. ഈ കേസിൽ അന്വേഷണത്തിന് CBI എത്തിയാൽ കണ്ണൂരിലെ CPM നേതൃത്വമാകെ വെട്ടിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നവീൻ ബാബു കേസിന് പിന്നിലെ പെട്രോൾ പമ്പ് ഇടപാടും മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജ പരാതിയും CBI അന്വേഷിച്ചാൽ AKG സെന്ററിനുള്ളിലും അറസ്റ്റ് നടക്കുമെന്ന വിലയിരുത്തൽ ശക്തമാണ്. അതായത് ചില വലിയ തലകൾ CBI കണ്ടെത്തും. 2019 സെപ്റ്റംബർ 30 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇരട്ടക്കൊലക്കേസ് അന്വേഷണം CBIക്ക് വിട്ടെങ്കിലും കേസ് ഡയറി അടക്കമുള്ള രേഖകൾ കൈമാറാൻ നേരത്തെ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. ഈ കാര്യം ആവശ്യപ്പെട്ട് 6 കത്തുകൾ അന്ന് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള S. ശ്രീജിത്തിനും നൽകിയെങ്കിലും അനുകൂല മറുപടി ഉണ്ടായില്ല. കേസ് രേഖകൾ എങ്ങനെ CBIക്ക് കൈമാറണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം തേടിയിരിക്കുകയാണെന്ന വിചിത്രമായ മറുപടിയാണ് DGP ലോക്നാഥ് ബെഹ്റ CBIക്ക് നൽകിയത്. പിന്നീട് CBI നിർണായക നീക്കം നടത്തി. അതായത് സർക്കാരിന്റെ കളികളെ CBI പൊളിച്ചു. അന്വേഷണ രേഖകൾ പിടിച്ചടക്കുന്നതിനടക്കം അധികാരമുള്ള CRPC 91 നോട്ടീസ് CBI ക്രൈംബ്രാഞ്ചിന് നൽകി. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും സർക്കാരും ക്രൈംബ്രാഞ്ചും സഹകരിക്കാതിരുന്നതോടെ അന്വേഷണവുമായി സ്വന്തം നിലയ്ക്ക് CBI മുന്നോട്ടു പോയി. FIR രഹസ്യമായി രജിസ്റ്റർ ചെയ്ത് എറണാകുളം CJM കോടതിയിൽ നൽകി. ഇതിനിടയിൽ അന്വേഷണം CBIക്ക് വിട്ട നടപടിക്കെതിരായി സർക്കാർ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ നൽകി. അന്വേഷണം സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ CBI രഹസ്യമായി മുന്നോട്ടു പോയി. കാസർകോട്ടെ CPM-ന്റെ 2 പാർട്ടി ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് രേഖകൾ ശേഖരിച്ചു. ക്രൈംബ്രാഞ്ച് കാസർകോട് കോടതിയിൽ നൽകിയ കുറ്റപത്രവും അനുബന്ധ രേഖകളും കോടതി വഴി തന്നെ എറണാകുളം CBI കോടതിയിലേക്ക് മാറ്റി. സർക്കാർ അപ്പീലുകൾ ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ തങ്ങൾ കണ്ടെത്തിയ നിർണായക വിവരങ്ങൾ അടങ്ങിയ സീൽഡ് കവർ ഹൈക്കോടതിക്ക് CBI നൽകി. സീൽഡ് കവറിലെ CBI അന്വേഷണം പുരോഗതി വിലയിരുത്തിയ ഹൈക്കോടതി സർക്കാരിന്റെ അപ്പീൽ തള്ളുകയായിരുന്നു. ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ ഇന്നലെ CPM മുൻ MLA അടക്കം അഴിക്കുള്ളിലായി. കോടതിയിൽ പ്രതികൾ വാവിട്ട് കരഞ്ഞു. കുറെ അനുഭവിച്ചു, ഞങ്ങളെ തൂക്കിക്കൊല്ലൂ എന്നാണ് ഒരു പ്രതി വിളിച്ചു പറഞ്ഞത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 പ്രതികൾക്ക്, ഗൂഢാലോചനയിൽ പങ്കെടുത്ത 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. ഈ 4 പേര് CPM നേതാക്കളാണ്. 10,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. ഇനി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ മഞ്ജുഷ കോടതിയിലെത്തിയിരുന്നു. നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കൊല നടത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് സംശയിക്കേണ്ടി വരുമെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മഞ്ജുഷ ആരോപിച്ചിരുന്നു. ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടന്നില്ല. ഇൻക്വസ്റ്റിൽ കഴുത്തിൽ കണ്ടെത്തിയ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങളും നൽകുന്നില്ല. 55 കിലോ ഭാരമുള്ള നവീൻ എങ്ങനെ ചെറിയ കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കുമെന്നും ഹർജിക്കാരി ചോദിച്ചു. പ്രതിയെ സംരക്ഷിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നുവെന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ PP ദിവ്യയെ സ്വീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയെന്നും മഞ്ജുഷ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാടാണ് നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു ഏജൻസി അന്വേഷണത്തിൽ വന്നാൽ അവർക്ക് മതിയായ തെളിവുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ദിവ്യയ്ക്ക് ജാമ്യം ആദ്യം നിഷേധിച്ചപ്പോൾ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുന്നെന്ന കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ പിന്നീട് തെറ്റുകയായിരുന്നു. നവീന്റെ സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നിരാകരിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് തെളിവുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് വന്നത്. നവീന്റെ ഭാര്യ മഞ്ജുഷ ഇക്കാര്യം ഉന്നയിച്ച് കണ്ണൂർ കോടതിയിൽ കേസും ഫയൽ ചെയ്തു. CCTV ദൃശ്യങ്ങൾ, കോൾ വിശദാംശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കണമെന്നായിരുന്നു ആവശ്യം. ഈ ഹർജിയിൽ നടന്ന വാദത്തിലും മറ്റൊരു ഏജൻസിയുടെ ആവശ്യകത കുടുംബത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു. കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരു ഏജൻസി വന്നാൽ തെളിവുകൾ ഇല്ലാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക എന്നാണ് അന്ന് ചൂണ്ടിക്കാണിച്ചത്.
ഏതായാലും ഇവിടെ മുൻ MLA അഴിക്കുള്ളിലാക്കാൻ CBIക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്? കോടതി അനുകൂലമായി വിധിച്ചാൽ പിന്നെ കുറ്റം തെളിഞ്ഞാൽ സർക്കാർ ദിവ്യയ്ക്ക് വേണ്ടി കോടികൾ ഇറക്കും. സംരക്ഷിക്കാൻ പറ്റാവുന്നതിന് അറ്റം വരെ പോകും. പക്ഷെ വിധി ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.